सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परां सकलनिगमगीतां ब्रह्मविद्यां विशुद्धां निजगुरुरमणेष्ठां शङ्कराचार्यकुष्ठां ददति करुणया ये प्रौढगम्भीरवाचा रमणचरणतीर्थान् देशिकान् तान् नमामः। हरिः ॐ। जन्माद्यस्य यतोऽन्वयादितरतश्चार्थेषभिज्ञस्वराट् तेने ब्रह्महृताय आदिकवये मुह्यन्ति यत्सूरयः। तेजो वारिमृदां यथा विनिमयो यत्र त्रिसर्गो मृषा धाम्ना स्वेन सदा निरस्तकुहकं सत्यं परं धीमहि। कृष्णाय वासुदेवाय हरये परमात्मने प्रणतक्लेशनाशाय गोविन्दाय नमो नमः। योऽन्तः प्रविश्य मम वाचमिमां प्रसुप्तां सञ्जीवयत्यखिलशक्तिधरस्त्वदाम्नाम् अन्यां च हस्तचरणश्रवणत्वगादीन् प्राणान् नमो भगवते पुरुषाय तुभ्यम्। सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द। ഇന്നലെ നമ്മൾ ഭാഗവതത്തിൻ്റെ ആദ്യത്തെ ശ്ലോകം അർത്ഥത്തെ അന്വയിച്ച് തിരിച്ചറിഞ്ഞു. ഭാഗവതം പ്രത്യക്ഷ കൃഷ്ണയേവ, കൃഷ്ണനെയാണ് ഭാഗവതത്തിലൂടെ അറിയണത്. നതു ഗ്രന്ഥരാശി, ഇത് ഗ്രന്ഥരാശിയേ അല്ല, ഇതൊരു പുസ്തകമേ അല്ല, ഇത് അനുഭവമാണ്. ഭഗം എന്ന് പറയുന്നത് അനുഭവമാണ് എന്ന് നമ്മൾ കണ്ടു. ഭഗവതഃ ഇതി ഭാഗവതം, ഭഗവാൻ തന്നെയാണ് ഭാഗവതം. ആ ഭാഗവതത്തിൻ്റെ കോൺസെൻട്രേറ്റഡ് ഫോമാണ് ആദ്യത്തെ ശ്ലോകം. ആദ്യത്തെ ശ്ലോകം തന്നെ നമുക്ക് ഹൃദയത്തിലിരുന്നാൽ, ഹൃദ്യസ്ഥമായാൽ നമുക്ക് ഭാഗവതം അറിഞ്ഞു കഴിഞ്ഞു എന്നർത്ഥം, ഭഗവാനെ അറിഞ്ഞു കഴിഞ്ഞു എന്നർത്ഥം. അതുകൊണ്ട് അധ്യയനം ചെയ്യണ ആൾക്കാർ പൂർണ്ണമായിട്ടും ഈ ശ്ലോകത്തിൻ്റെ സൂക്ഷ്മത്തെ അറിയണം. ഒരു വേഗ് നോളജ് എല്ലാവർക്കും ഉണ്ട്. ജന്മാദി അസ്യ യതഃ, ജന്മത്തിന് കാരണമാര് ഭഗവാൻ സൃഷ്ടിച്ചു എന്നങ്ങ് പറയും നമ്മൾ. ആരെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഇങ്ങോട്ട് ചോദിച്ചാൽ എങ്ങനെ ഭഗവാൻ ഇതെല്ലാം സൃഷ്ടിച്ചു, ഭഗവാനെ ആര് സൃഷ്ടിച്ചു എന്ന് ചോദിച്ച് കുഴപ്പിക്കും. മനുഷ്യരല്ലേ ഭഗവാനെ സൃഷ്ടിച്ചത്, ഈ ഭാഗവതം പോലും മനുഷ്യരല്ലേ എഴുതിയിരിക്കുന്നത്, പിന്നെ എങ്ങനെ ഭഗവാൻ എല്ലാവരെയും സൃഷ്ടിക്കും എന്നൊരു കുഴപ്പം വരുത്താം. ആ കുഴപ്പത്തിൽ ഹരഹര ശിവ ശിവ എന്ന് പറഞ്ഞ് നമുക്ക് ഇരിക്കേണ്ടി വരും അല്ലേ. ഒന്നും തിരിച്ചു പറയാൻ പറ്റില്ല, തിരിച്ചു പറയേണ്ട ആവശ്യമില്ല. ഒന്നാമത്തെ കാര്യം, വാസ്തവത്തിൽ നമ്മുടെ മനനത്തിലേക്ക് നമ്മൾ വച്ചു നോക്കൂ. ഭഗവാനാണ് എല്ലാം സൃഷ്ടിച്ചത്. ഈ ഭഗവാനെ ആര് സൃഷ്ടിച്ചു എന്ന് നോക്കിയാൽ മുട്ടയാണോ വന്നത് കോഴിയാണോ വന്നത് എന്ന് പറഞ്ഞ് കുഴപ്പമുണ്ടാക്കും ചിലർ. കോഴി ആദ്യം വന്നോ, മുട്ട ആദ്യം വന്നോ, കോഴിയില്ലാതെ മുട്ടയിടാൻ പറ്റില്ല, മുട്ടയില്ലാതെ കോഴി വരാൻ പറ്റില്ല. അപ്പം ഇതൊരു കുഴപ്പമാണ്. അപ്പോൾ ജന്മാതി അസ്യ യതഃ എന്ന ഈ ബ്രഹ്മസൂത്രവാക്യമായിട്ട് ഭാഗവതം ആരംഭിച്ചതിൻ്റെ കാരണം ഇവിടെ ജന്മമോ സൃഷ്ടിയോ നടന്നിട്ടില്ല എന്ന് വാസ്തവം. കൺഫ്യൂഷൻ ആക്കുകയല്ല, വളരെയധികം ശ്രദ്ധിച്ച് നമ്മൾ ഗൗനിച്ചാൽ സൃഷ്ടി എന്ന് പറയുന്നത് മനസ്സിൻ്റെ ഒരു സ്വരൂപമാണ്. അതുകൊണ്ട് തന്നെയാണ് പല കവികളും എന്തെങ്കിലും രചിച്ചാൽ ഇതെൻ്റെ സൃഷ്ടി എന്ന് പറയണത്.
മനസ്സിൻ്റെ ഒരു വികല്പം, ഒരു വിക്ഷേപമാണ് സൃഷ്ടി എന്ന് പറയണത്. നോക്കൂ, ജാഗ്രതത്തിൽ മനസ്സ് എന്തൊക്കെയോ സൃഷ്ടി ചെയ്തുകൊണ്ടിരിക്കണു. ഭക്ഷണം കഴിക്കണമെന്ന് തോന്നണു, ഭക്ഷണം ഉണ്ടാക്കണു, സൃഷ്ടി ചെയ്യണു അല്ലേ. ഒരു ദോശ ഉണ്ടാക്കണു, സാമ്പാർ ഉണ്ടാക്കണു, വട ഉണ്ടാക്കണു, ഒക്കെ ഉണ്ടാക്കണു. എന്താ? മനസ്സിൽ നിന്നും ഉദിച്ചതായിട്ടുള്ള ഒരു തോട്ട്, അതാണ് ആ ദോശയ്ക്ക് കാരണമായത്. വളരെ ശ്രദ്ധിച്ചിരിക്കണം നമ്മൾ. ഭാഗവത അധ്യയനം ചെയ്യണവർ വെറുതെ ഭാഗവതം ഒരു കഥ മാത്രമല്ല, ഇത് പാരമഹംസ സംഹിതയാണ്. എന്ന് വെച്ചാൽ പരമഹംസന്മാർ എന്ത് ചെയ്യും? കാക്കം പറന്നു പുനർഹംസങ്ങൾ, അന്നങ്ങൾ പോയ വഴി അല്ലേ. നമ്മൾ കാക്കയെ പോലെ ശവം കൊത്തി തിന്നിരിക്കുകയാണ്. എന്തെങ്കിലും വേസ്റ്റ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്, എന്തെങ്കിലും വെളിയിൽ പ്രസിപ്പിറ്റേറ്റഡ് ആയിട്ട് വരണ വേസ്റ്റിനെ മാത്രം കഴിച്ചുകൊണ്ടിരിക്കുന്നു. വാസ്തവത്തിൽ അമൃതത്വത്തെ നമ്മൾ എടുക്കണില്ല. ഹംസം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ വെള്ളവും പാലും മിക്സായി ഇരുന്ന പാലിനെ മാത്രം എടുത്തിട്ട് വെള്ളത്തെ അവിടെ ഇട്ടിട്ട് പോകണു. ചെളിയും വെള്ളം കൂടെ മിക്സായി കിടന്നാൽ വെള്ളത്തെ മാത്രം, ശുദ്ധജലത്തെ മാത്രം കുടിച്ചിട്ട് ചെളി ചണ്ടി അവിടെ ഇട്ടിരിക്കണു. ഭാഗവതം ശുദ്ധ ചൈതന്യത്തെയാണ് പറയണത്. അതുകൊണ്ട് അതിൻ്റെ സൂക്ഷ്മ തത്വത്തെ മനസ്സിലായാൽ ഒന്നുകൊണ്ടും, സൃഷ്ടി കൊണ്ടോ സ്ഥിതി കൊണ്ടോ സംഹാരം കൊണ്ടോ ബാധിക്കാത്തതായിട്ടുള്ള ഒരു പൊരുൾ അതിൻ്റെ ഉള്ളിൽ നിത്യനിരന്തരമായിട്ട് നിത്യശുദ്ധമായിട്ടിരിക്കണം. അതാണ് ഈ സൂത്രം പറയണത്. ജന്മാദി അസ്യ യതഃ. ഒരു ദോശ ഉണ്ടാക്കണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു അതിന് മാവ് വേണം. ഈ മാവിനും ഒരു ആരംഭമുണ്ട്. ഇപ്പം തത്കാലം മാവിൻ്റെ ആരംഭമൊക്കെ അവിടെ നിൽക്കട്ടെ. ഒരു മാവ്, ഈ മാവ് കൊണ്ടേ എനിക്ക് ദോശ ചുടാൻ പറ്റുള്ളൂ. ദോശ ചുടണമെങ്കിലോ എനിക്ക് ദോശക്കല്ലെന്നൊരു പ്രതലം വേണം. ആ പ്രതലത്തിൽ ഞാൻ ദോശ ഇട്ടു. അപ്പോൾ 3 കാര്യങ്ങളുണ്ട്. ഒന്ന് മാവ് അല്ലേ, ഒന്ന് ദോശ എന്ന് പറയുന്ന സാധനം വരണതിന് മുമ്പ് അത് ഒഴിക്കാനൊരു കല്ല്, അതിൽ ദോശയാവുന്നു ദോശ. 3 സാധനം ഞാൻ ഉണ്ടാക്കിയ ആളുണ്ട്. അപ്പോൾ ഈ മാവ് എവിടെ നിന്ന് വന്നു ചോദിച്ചാൽ അറിയില്ല. ദോശക്കല്ല്, അതിനൊരു ആരംഭമുണ്ട്. ദോശയ്ക്ക് ആരംഭം നമ്മൾ കണ്ടു, അതൊരു വസ്തു. അപ്പോൾ ഇതിനെ ഞാൻ സൃഷ്ടിച്ചു എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം എന്നിൽ നിന്നും അന്യമായിട്ടൊരു പൊരുളാണിത്. നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള കാര്യമല്ലേ പറയാൻ പറ്റുള്ളൂ അല്ലേ. ഇന്നത്തെ കാലത്ത് പോയിട്ട് കുടം, ഖഡോവാമൃത്പിണ്ടോ അണുരപി, ശങ്കരാചാര്യർ പറഞ്ഞ പോലെ കുടം, മണ്ണ്. ഈ മണ്ണിൽ നിന്നും അന്യമില്ല. കുടത്തിൽ അന്യമില്ലാത്ത വസ്തു എന്താ? മണ്ണാണ്. ഇതൊക്കെ നമുക്കിപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കൊടുത്ത കുട്ടികൾക്ക് ആർക്കും അറിയില്ല. ഇപ്പോൾ ഉള്ള കാലത്ത് കുടമോ മണ്ണോ ഘടമോ ഒന്നും അറിയില്ല, അവർ കണ്ടിട്ടില്ല. സ്റ്റീൽ വെസൽസ് ഒക്കെയാണ്. അതെടുത്താലും ഉണ്ട്, പക്ഷെ നമുക്ക് അറിയാൻ പറ്റണം. ഫെമിലിയർ അല്ലേ. രാവിലെ എണീറ്റ് അമ്മയെ ദോശ തരുമോ പറയണല്ലേ, ഇഡ്ഡലി തരുമോ അമ്മേ. അപ്പോൾ എല്ലാവരും ഫെമിലിയർ ആയിട്ടുള്ള വസ്തുവിനെ വെച്ച് പറയാണ് ഇത് എന്നിൽ നിന്നും അന്യമായിട്ടൊരു പൊരുളാണ്. പക്ഷേ ഈശ്വരനെ എങ്ങനെയാണ് സൃഷ്ടിച്ചതെന്ന് വേദം പറയണത് യഥൂർണനാഭിഹി സൃജത്തെ ഗൃഹത്തെ ച യഥാ പൃഥിവ്യാമോഷതയഃ സംഭവന്തി. ഊർണനാഭി, ഭാഗവതം പഠിക്കണം എല്ലാവർക്കും ഊർണനാഭി അറിയാം, ഒരുപാട് വരും ഇതിൽ. ഊർണനാഭി എന്ന് പറഞ്ഞാൽ ചലന്തി. ചലന്തി ഏതെങ്കിലും വെളിയിൽ നിന്നുള്ളൊരു എക്സ്ട്രാക്ട്സ് എടുത്തിട്ടാണോ അതിൻ്റെ ഉള്ളിൽ നിന്നാണ് ഈ വലയെ വിടണത്. അതിൻ്റെ പാർക്കാനുള്ള സ്ഥലം, ഒരു വിശ്വത്തെ തന്നെ അത് ക്രിയേറ്റ് ചെയ്യണം അല്ലേ. അതിൻ്റെ വിശ്വം, അത് കാണപ്പെടുന്ന ലോകം അതിൻ്റെ ഒരു വലയാണ്. ചലന്തി ഒരു വല, നല്ല ഭംഗിയായിട്ട് വല ചുറ്റണം അല്ലേ. ഒരു ആർക്കിടെക്റ്റിന് കൂടെ പ്ലാനോ കാര്യങ്ങളോ ഇല്ലാതെ ഒന്നും പറ്റില്ല. ഇത് പ്ലാനും സാമാനങ്ങളും ഇല്ലേ. നമ്മളൊരു വീട് കെട്ടണമെങ്കിലോ സിമെൻറ്റ് രാംരാജിൻ്റെ വേണം, ശങ്കർ സിമെൻറ്റ് വേണം ഇല്ലേ. സിമെൻറ്റ് ഈ കടയിൽ വേണ്ട, ആ കടയിൽ വേണ്ട, ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഇതിനെപ്പറ്റി പഠിച്ച് സ്റ്റഡി ചെയ്ത് എന്തൊക്കെയോ ചെയ്യണം. തടി എവിടെ നിന്ന് വാങ്ങിക്കണം, ഫർണിച്ചർ എവിടെ നിന്ന് വാങ്ങിക്കണം, എല്ലാം ടൈൽസ് എവിടെ നിന്ന് വാങ്ങണം, പല ചർച്ച. എല്ലാം വെളിയിൽ നിന്ന് നമ്മൾ എക്സ്ട്രാക്ട്സിനെ നമ്മൾ ശേഖരിക്കണം. പക്ഷേ ഒരു ഊർണനാഭി, ഒരു ചലന്തി, അതിൻ്റെ ഉള്ളിൽ നിന്നും തന്നെയാണ് ഈ വലയെ സൃഷ്ടിക്കുന്നത്. എന്ത് നന്നായിട്ടാണ് സൃഷ്ടിക്കണം നോക്കൂ. അപ്പോൾ എല്ലാവർക്കും ഈ ചലന്തി വല സൃഷ്ടിച്ചത് മാത്രമേ അറിയാവൂ. അതേ ചലന്തി ഈ വലയെ തൻ വഴിയിലേക്ക്, തൻ്റെ ഉള്ളിലേക്ക് അതിനെ തിരിച്ചെടുക്കും അത്രേ.
അത് പൊതുവിൽ ആരും കണ്ടിട്ടില്ല. കാരണം എന്താ, ഒരു വല കണ്ടാൽ നമ്മൾ അപ്പം അടിച്ച് ആ വലയൊക്കെ കളയും അല്ലേ? ഒരു വല കണ്ട ആ വല അങ്ങനെ അടിച്ച് കളയും. അപ്പോൾ ആ ചെലന്തി തൻ്റെ ഉള്ളിൽ നിന്നാണ് എക്സ്ട്രാക്ട്സ്, തൻ്റെ ഉള്ളിൽ നിന്നാണ് സബ്സ്റ്റൻസസ് ഒക്കെ എടുത്തിട്ട് വെളിയിൽ ഒരു വിശ്വത്തെ ക്രിയേറ്റ് ചെയ്യണത്. അതേ വിശ്വത്തെ ചെലന്തി ഉള്ളിലേക്ക് വലിക്കണു. യഥാ സദാ പുരുഷാത് കേശലോമാനി തദാക്ഷരാത് സംഭവതീഹ വിശ്വം. വേദം പറയണോ, ഈ ഊർണനാഭി എങ്ങനെയാണോ തൻ്റെ ഉള്ളിൽ നിന്നും ഈ വിശ്വത്തെ ക്രിയേറ്റ് ചെയ്തത്, ഈ വലയുണ്ടാക്കിയത്, അതുപോലെ ഭഗവാൻ ഒരു പുരുഷന് കേശലോമങ്ങൾ, രോമകേശങ്ങളൊക്കെ വരണതുപോലെ, മുടി ഒക്കെ കിളിർത്ത് വരണതുപോലെ പുരുഷനിൽ നിന്നും, മഹാപുരുഷനിൽ നിന്നും, ഭഗവാനിൽ നിന്നും സർവം, ഈ ബ്രഹ്മത്തിൽ നിന്നും സർവവിശ്വമേ ഉണ്ടായിരിക്കണു അത്രേ. അത് വെളിയിൽ നിന്ന് ഒന്നിനെയും ആശ്രയിച്ചില്ല, അതിൻ്റെ ഉള്ളിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഇതാണ് വേദം പറയുന്ന എക്സാമ്പിൾ. ഇതൊരു പക്കം, ഇതൊരു വഴിയിലിരിക്കട്ടെ. ഇനി സൃഷ്ടിയെ ഇവിടെ നടന്നിട്ടില്ല. ഭഗവാൻ രമണ മഹർഷിയുടെ അടുത്ത് തന്നെ ഒരാൾ പോയിട്ട് ചോദിച്ചു, ഭഗവാനെ, ഈ സൃഷ്ടിയുടെ പ്രയോജനം എന്ത്? ഭഗവാൻ സൃഷ്ടി ചെയ്തു, പല പുരാണങ്ങളൊക്കെ പറയുന്നുണ്ട്, ഭഗവാൻ സൃഷ്ടി ചെയ്തു, ഭഗവാൻ ഇത് നടത്തി തന്നു, അത് നടത്തി തന്നു ഒക്കെ പറയണം. ഈ സൃഷ്ടിക്ക് പ്രയോജനം എന്തെന്ന് ചോദിച്ചു. അപ്പോൾ ഭഗവാൻ രമണ മഹർഷി ചിരിച്ചിട്ട് പറഞ്ഞു, നീ இந்த കേൾവി കേൾക്കറാളെ, ഇതുതാൻ പ്രയോജനം. നീ ഇപ്പം വന്ന് ഈ ചോദ്യം എൻ്റെ അടുത്ത് ചോദിച്ചല്ലോ, ഇത് തന്നെ പ്രയോജനം. ഈ ഒരു ചോദ്യം എല്ലാവരുടെ ഉള്ളിലും വരണം. യതോവാ ഇമാനി ഭൂതാനി ജായന്തെ യേന ജാതാനി ജീവന്തി യത് പ്രയന്തി അഭിസംവിശന്തി. എന്തിനാ ഈ സൃഷ്ടി നടന്നത്? എവിടെയാ ഈ സൃഷ്ടി നടന്നത്? അതാർക്കും അറിയില്ല. അതൊരു ചോദ്യചിഹ്നമായിട്ട് തന്നെ ഇരിക്കണു. ആ ചോദ്യചിഹ്നം നമ്മൾ വിചാരം ചെയ്താൽ ഇവിടെ സൃഷ്ടിയെ നടന്നിട്ടില്ല എന്നറിയാം. കാരണം ജാഗ്രതയിൽ എന്തൊക്കെയോ സൃഷ്ടി നടക്കണു, ഇതേ വ്യവഹാരങ്ങൾ നടക്കണു. പലരും ജോലിക്ക് പോകണു, സത്സംഗത്തിലിരിക്കണു, സത്സംഗ ശ്രവണം ചെയ്തുകൊണ്ടിരിക്കണു, സദ്ഗ്രന്ഥങ്ങളെ പാരായണം ചെയ്തുകൊണ്ടിരിക്കണു, ടെസ്റ്റുകൾ എഴുതിക്കൊണ്ടിരിക്കണു, ഗുരുഭക്തി ചെയ്തുകൊണ്ടിരിക്കണു, എല്ലാം ചെയ്തുകൊണ്ടിരിക്കണ ഒരു ജീവൻ പതുക്കെ അടുത്ത സ്റ്റേറ്റിലേക്ക് പോകണമെന്ന് വെച്ചോളൂ, ഉറക്കം. ചിലർ സത്സംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോഴേ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകും. പ്രപഞ്ച ഉപശമം, പ്രപഞ്ചം മുഴുവൻ ശമിച്ച് അവർ ഉറങ്ങിപ്പോവും. അപ്പോൾ ആ സ്വപ്നാവസ്ഥയിൽ ചിലർ ഇപ്പോൾ കണ്ടതിൻ്റെ കണ്ടിന്യൂവേഷൻ സ്വപ്നത്തിൽ കാണും. ചിലർ നല്ല സത്സംഗം കേട്ടുകൊണ്ടിരിക്കുന്നതായിട്ട് കാണും. അവരെന്ത് ചെയ്യും? കുറച്ച് നേരം കഴിയുമ്പോൾ കണ്ണടഞ്ഞു പോയി. സ്വപ്നത്തിൽ ഒരാൾ സത്സംഗം പറഞ്ഞുകൊണ്ടിരിക്കണു, കുറേ പേര് കേട്ടുകൊണ്ടിരിക്കണു, അവർ നല്ല ശ്രദ്ധാലുവായിട്ട് കേട്ടുകൊണ്ടിരിക്കണു, ഭഗവത് കഥയൊക്കെ കേട്ടു. വാസ്തവത്തിൽ അവരെന്ത് ചെയ്യുക? മറ്റേ സൃഷ്ടിയിൽ നിന്നും അവർ വേറൊരു സൃഷ്ടിയാണ് ചെയ്തിരിക്കുന്നത്. അതിലവർ കേൾക്കണത് ഏതു ഭാഷയിലാ ഒന്നും അറിയില്ല. സ്വപ്നത്തിൽ ഏതു ഭാഷയാ? ശങ്കരാചാര്യർ തന്നെ ചോദിക്കണുണ്ട്, സ്വപ്നത്തിൽ ഏതു ഭാഷയാ സംസാരിക്കണത്? എല്ലാവരും സ്വപ്നത്തിൽ എന്ത് ഭാഷ സംസാരിക്കണം നോക്കിയാ, സ്വപ്നത്തിലെ ഭാവമാണ് കൺവേ ചെയ്യണത്, സ്വപ്നത്തിലെ എക്സ്പ്രഷനാണുള്ളത്. സ്വപ്നത്തിൽ ഭാഷയില്ല, ലാംഗ്വേജ് ഇല്ല അവിടെ, ഒള്ളി എക്സ്പ്രസിങ്. അത് വേറെ വിഷയം. അപ്പൊ സ്വപ്നത്തിൽ ഒരു സൃഷ്ടി നടക്കണു അല്ലേ? ആ സൃഷ്ടി നല്ല രീതിയിൽ വ്യവഹാരം ചെയ്യണു. അതിലൊരാള് സത്സംഗം നടത്തണു. ആ സത്സംഗത്തിൽ അടുത്തിരുന്ന ഒരാൾ സംസാരിക്കുമ്പോൾ അയാളെ പിടിച്ച് വിലക്കണു. സത്സംഗമാണ്, നിങ്ങൾ സംസാരിക്കരുത്. വേറൊരാൾ ഉറങ്ങിക്കൊണ്ടിരിക്കണു, അയാളെ തോണ്ടിയിട്ട് ഉറങ്ങാനാണെങ്കിൽ വീട്ടിൽ കിടന്നുകൂടെ ചോദിക്കണു. വാസ്തവത്തിൽ ഇദ്ദേഹം ഉറങ്ങിയിട്ട് ഇയാളുടെ സ്വപ്നത്തിലാണ് ഈ സത്സംഗത്തിൽ ഈ ഉറങ്ങണ ആളെ ഉണർത്താൻ പോണത്. പെട്ടെന്ന് അമ്പലത്തിൽ മണി കേട്ട് ഇയാൾ ഉണർന്നപ്പോ ഉള്ളിൽ ഏതോ ഒരു സത്സംഗം കണ്ടുകൊണ്ടിരുന്ന സൃഷ്ടി മുഴുവൻ പോയി. വാസ്തവത്തിൽ ആ സൃഷ്ടി എവിടെയാ നടന്നത്? എന്തെങ്കിലും ഉണ്ടോ അവിടെ? ഞാൻ കേട്ടതേ വേറെ, ഞാൻ ആരെയൊക്കെ ഉണർത്തി, വാസ്തവത്തില് ഞാൻ ആണ് ഉറങ്ങിയത്. അപ്പോ ആ സൃഷ്ടിക്ക് ഒരു അവസാനം വന്നത് എപ്പോഴാ? ജാഗ്രത വന്നപ്പോഴേക്കും ആ സൃഷ്ടി പോയി. സ്വപ്നത്തിലൊക്കെ ആന കുത്താൻ ഓട്ടിക്കണ പോലെ സ്വപ്നമൊക്കെ പലരും കാണും. ഇത് കണ്ടാലേ ചിലർ ജ്യോത്സ്യന്റെ അടുത്ത് പോകും.
എന്തിനാ ആന കുത്താൻ വന്നത്? ഓ, ജോത്സ്യൻ അപ്പം എടുത്ത് നോക്കിയിട്ട് പറയും, ആനയെ കണ്ടോ, എങ്കിൽ അത് ലക്ഷണം മറുതയാണ്, നിങ്ങൾക്ക് മറുതാപരമായിട്ടുള്ള ദോഷമുണ്ട്. പിന്നെ അത് മതി, അവർക്ക് ഉറക്കമേ കാണില്ല. മറ്റേത് സ്വപ്നെങ്കിലും ഉണ്ടായിരുന്നു, ഡീപ്പ് സ്ലീപ്പില്ലെങ്കിൽ സ്വപ്നെങ്കിലും കാണും. പക്ഷേ ഇത് കണ്ടതുടൻ പിന്നെ ഉറക്കമേ ഇല്ല, ഉറങ്ങാൻ പേടി, മറുത ശല്യം ചെയ്യുമ്പോൾ. ഇതേ കുത്താൻ ഓട്ടിച്ച ആന ഉണർന്നു കഴിഞ്ഞുണ്ടോ? ആരെങ്കിലും പോയി കട്ടിലിന്റെ അടിയിൽ എന്നെ കുത്താൻ ഓട്ടിച്ച ആന എവിടെയെന്ന് നോക്കൂ? ഇല്ല. എന്താ നോക്കാത്തത്? കാരണം അത് വാസ്തവമല്ല, അവിടെ അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല. പക്ഷേ ആരെങ്കിലും ഉറക്കത്തില് സ്വപ്നത്തില് ഇത് കള്ളമാണ്, ഇത് ഒറിജിനൽ അല്ല എന്ന് അനുഭവിക്കണുണ്ടോ? ഇല്ല, ആർക്കും അനുഭവമില്ല. സ്വപ്നത്തില് സന്തോഷം വരുമ്പോ സുഖിക്കണു, ദുഃഖം വരുമ്പം വിഷമിക്കണു. എത്ര വലിയ പണക്കാരനായാലും ശരി, സ്വപ്നത്തില് അവൻ പാവപ്പെട്ടവനായിട്ട് വിഷമിക്കണം. എത്ര പാവപ്പെട്ടവനാണെങ്കിലും അവൻ വലിയ രാജാവായിട്ട് സ്വപ്നം കണ്ട് സന്തോഷിക്കണം. സ്വപ്നത്തിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞാൽ ആ സന്തോഷമോ വിഷമത്തിനോ എന്തെങ്കിലും ഒരു വാലിഡിറ്റി, എന്തെങ്കിലും ഒരു 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 എന്താ പറയാന്, ഒരു നിജാവസ്ഥ ഉണ്ടോ? ഇല്ല. ഒരു റിയാലിറ്റി ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് വ്യാസസൂത്രം പറയണു, ഇവിടെ ജന്മമൊന്നും നടന്നിട്ടില്ല. ഇതും കഴിഞ്ഞ് ഡീപ്പ് സ്ലീപ്പിൽ പോയാൽ അവിടെ ശൂന്യമാണ്. അപ്പോഴും വിചാരം ചെയ്യുമ്പോൾ ശൂന്യ അവസ്ഥയിൽ ആ ശൂന്യത്തെ ആര് ദർശിച്ചു? സുഷുപ്തിയിൽ ഏതൊരു വസ്തുവാണോ അവശേഷിച്ചത്, സുഷുപ്തി ശൂന്യമല്ല. ഉറക്കത്തിൽ ഡീപ്പ് സ്ലീപ്പിൽ ശൂന്യം എന്ന് പറയുന്നുണ്ട്. പലരും ശൂന്യവാദം പറയുന്നുണ്ട്. ശൂന്യവാദം ഉണ്ടെങ്കിൽ ശൂന്യത്തെ കണ്ട വാദി, ശൂന്യത്തെ കണ്ടവനാരും? ശൂന്യത്തെ കണ്ടവൻ ഈസ് ആൻ ഇൻഡിവിജ്വൽ. അല്ലെങ്കിൽ ഏതോ ഒരു വസ്തു, ഒരാള് പിന്നാലെ ഇരുന്ന് ശൂന്യത്തിനെ കണ്ടിരിക്കുന്നു. അയാളോ നാസതോ വിദ്യതേ ഭാവ നാഭാവോ വിദ്യതേ സത. നാസതോ വിദ്യതേ ഭാവ. ഭഗവാൻ ഗീതയിൽ അർജുനൻ ഉപദേശിക്കുകയാണ്. അർജുന, അസത്തിന് നിലനിൽപ്പില്ല. നാഭാവോ വിദ്യതേ സത. സത്തിന് അഭാവവുമില്ല. അസത്തിന് ഭാവമില്ല, സത്തിന് അഭാവവുമില്ല. അല്ലേ? അപ്പൊ ഒരേ ഒരു പൊരുൾ പിന്നാലെ ഇരിക്കണു, ഏകം ഏവ അദ്വിതീയം. ആ പൊരുളിനെയാണ് ജന്മാദി അസ്യ യതഃ എന്ന് പറയണത്. ഈ ജന്മങ്ങളും സൃഷ്ടി സ്ഥിതിയിലൊന്നും ബന്ധപ്പെടാതെ, എന്നാൽ ബന്ധവുമുണ്ട്. യതഃ, കാരണം, സൃഷ്ടിക്ക് കാരണം. അപ്പോ വേദപ്രതിഭാതമായിട്ടുള്ള വസ്തുവിനെയാണ് ഭാഗവതം മുന്നിൽ കാണിക്കുന്നത്. ബ്രഹ്മസൂത്രം വച്ച ആരംഭം. ബ്രഹ്മസൂത്രമോ ഉപനിഷത്താണ് ബ്രഹ്മസൂത്രത്തിന്റെ ബൃഹത്തായ ഫോം. അതുകൊണ്ട് തന്നെ ഈ ഭാഗവതം പഠിച്ചാൽ വേദാധ്യയനം കഴിഞ്ഞു എന്നർത്ഥം. സർവവേദാന്ത സിദ്ധാന്ത ഗോചരം, വേദവേദാംഗം എന്നതിന് പേരുണ്ട്. സർവവേദവേദാംഗം, സർവവേദത്തെയും അവൻ അറിഞ്ഞിരിക്കുന്നു ഭാഗവതം അറിഞ്ഞാൽ. എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്ക് കാരണത്തെ അറിഞ്ഞു. സൃഷ്ടിക്ക് കാരണം എന്താ? മനസ്സാണ്. മനസ്സിൻ്റെ ഓണർ ആരാന്ന് ചോദിച്ചാൽ ആത്മാവാണ്. അതുകൊണ്ട് ആത്മാവാണ് ഈശ്വരൻ. ജഗത് പ്രഭും ദേവദേവമനന്തം പുരുഷോത്തമം. ജഗത്തിന് പ്രഭു. ജഗത്ത് എന്ന് പറഞ്ഞാൽ ഈ സൃഷ്ടി സംബന്ധമായിട്ടുള്ളത്, പ്രപഞ്ചം. പ്രകർഷേണ 5. അതുകൊണ്ടാണ് അസ്യ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം, പ്രപഞ്ചത്തിനും കാരണമായത്. പല സയന്റിസ്റ്റും ഇന്ന് കണ്ടുപിടിച്ചിട്ടില്ല. എന്താ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്? എവിടെയോ സൃഷ്ടി നടന്നിരിക്കണം.
ഏതു പ്ലെയിനിലാ സൃഷ്ടി നടന്നതെന്ന് ഒരു സയന്റിസ്റ്റും കണ്ടുപിടിച്ചിട്ടില്ല. സൃഷ്ടി എവിടെ നടന്നു, ഏത് പ്ലെയിനിൽ നടന്നു, ഏതൊരു പ്രതലത്തിൽ നടന്നു, അല്ലേ? അപ്പോ ഈ വല ഉണ്ടായി, ഈ വല എവിടെ നിന്ന് വന്നു, ഈ വല എവിടെ നിൽക്കണു, ഇതിനെപ്പറ്റി ആർക്കും പറയാൻ വയ്യ. ഒരു സ്പേസിൽ നിൽക്കണോ, ഏതാ സ്പേസ്? അപ്പൊ ജന്മാതി അസ്യയത, ഇവിടെ സൃഷ്ടി നടന്നിട്ടേ ഇല്ല, ഇവിടെ ഒരേ ഒരു പൊരുളേ ഉള്ളൂ. സൃഷ്ടിക്ക് സാക്ഷിയായ ഒരു പൊരുളേ ഉള്ളൂ. ആ സാക്ഷിയായ പൊരുൾ ആത്മാവാണ്, തൻ്റെ ഉള്ളിലെ സ്വരൂപമാണ്. അതുകൊണ്ട് ജന്മാതി അസ്യയത എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വരൂപം, നമ്മുടെ സ്വരൂപമാണ് ഭാഗവതം. വിശ്വം ദർപ്പണ ദൃശ്യമാന നഗരി. വിശ്വം എന്ന് പറയുന്നത് കണ്ണാടിയാണ്, നമ്മളെ തന്നെയാണ് അതിലൂടെ കാണുന്നത്. എല്ലാ ഗ്രന്ഥങ്ങളെയും നമ്മളെ കണക്ട് ചെയ്താൽ എല്ലാത്തിനും ഇന്റർലിങ്ക് ഉണ്ട്. ഏതിൻ്റെ ലിങ്കാന്ന് പറഞ്ഞാൽ വേദത്തിൻ്റെ ലിങ്ക്. സർവവേദാംഗങ്ങളും ഉള്ളതുകൊണ്ടാണ് ഭാഗവതത്തിന് പുരാണം എന്ന് പേര്. സർവപുരാണവും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ഈ പുരാണത്തോടു കൂടിയാണ് വ്യാസന് ശാന്തി ഉണ്ടായത്. വ്യാസന്റെ ചിത്തം ശാന്തമേ ആകാതിരുന്ന വ്യാസന് സന്ദേഹം വന്നപ്പോ നാരദ മഹർഷി മാനിഫെസ്റ്റായി. വാത്മീകിക്ക് സന്ദേഹം വന്നു, രാമായണത്തിലും വാത്മീകിക്ക് സന്ദേഹം വന്നു. ധർമ്മജ്ഞനായ ഒരാള് മുന്നിൽ വരണം, ആരുണ്ടെന്ന് സന്ദേഹം വന്നു. നാരദൻ ഫ്രണ്ടിൽ മാനിഫെസ്റ്റായി. തപസ്വാധ്യായ നിരതം തപസ്വി വാഗ്വിദാംബരം നാരദം പരിപപ്രച്ഛ വാത്മീകീർമുനി പുങ്കവം. നാരദൻ മുന്നിൽ മാനിഫെസ്റ്റായി ചോദിച്ചു. ഇവിടെ വ്യാസന്റെ മുമ്പിലും നാരദൻ തന്നെയാണ് വന്നത്. നാരദനോട് വ്യാസൻ ചോദിച്ചു, എന്താ എനിക്ക് ശാന്തി കിട്ടാത്തത്? അപ്പൊ പറഞ്ഞു, ജന്മാതി അസ്യയത, ജന്മത്തിന് കാരണഭൂതനായിട്ടുള്ള ഭഗവാനെ പറ്റി നിങ്ങൾ എഴുതൂ. അതുകൊണ്ട് വ്യാസൻ ആരംഭിച്ചപ്പോൾ തന്നെ സൂത്രഭാഷ്യത്തിൻ്റെ സൂത്രത്തോടു കൂടി ആരംഭിച്ചു. ഇത് സൂക്ഷ്മമായി പഠിക്കണവർക്ക് അത്യാവശ്യം, അധ്യയനത്തിന് ഇത് അത്യാവശ്യം. അതുകൊണ്ട് ഈ ശ്ലോകത്തെ, ഈ ഒരു സൂത്രത്തെ നമ്മൾ നല്ലപോലെ വിചാരം ചെയ്താൽ ഭാഗവതം നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു. തുടർന്ന് നമുക്ക് നാളെ കാണാം. അരുണാചല ശിവ, അരുണാചല ശിവ, അരുണാചല ശിവ, അരുണാചല.